ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന ഇഡ്ഡലിയും വെള്ളച്ചമ്മന്തി. അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കിയിട്ട് വരാം. തേങ്ങ തികയാത്തത് കൊണ്ട് പിന്നെ രണ്ടാമത് ഞാൻ തേങ്ങ പൊട്ടിച്ച് കുറച്ചുകൂടി ചിരണ്ടിയെടുക്കാം. അങ്ങനെ ഇഡ്ഡലി തട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ തൂത്ത് മാവൊഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ തൂക്കാം. ഇതുപോലെ എല്ലാ റൗണ്ടിലും വെളിച്ചെണ്ണ തൂക്കാം. ഇനി ഓരോ തട്ട് വെച്ച് കൊടുത്ത് നമുക്ക് മാവൊഴിച്ച് കൊടുക്കാം. അപ്പം മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇഡ്ഡലി വേവുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വരാം. വെള്ള ചമ്മന്തിക്ക് ഞാൻ 5-6 ഉള്ളി, തേങ്ങയും 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പഴുത്ത മുളക് എടുത്തിട്ടുണ്ട്, ഒരിത്തിരി എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പം ചമ്മന്തി അരയ്ക്കുന്ന തൊട്ടത്ത് ഇഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞിരിച്ച് 5-6 ഇഞ്ചി, ചെറിയ ഇഞ്ചി ഇച്ചിരി കഷ്ണം ഇട്ട് കൊടുക്ക്, അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അന്നേരം ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സുണ്ണാമണികളൊക്കെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണേ. ആവി വരുന്നുണ്ട് ഇഡ്ഡലി തട്ടിൽ. നമുക്ക് തുറന്ന് നോക്കാം. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ, വെള്ള ചമ്മന്തിക്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാത്തത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിട്ട് താളിച്ച് നമുക്ക് ചമ്മന്തി കറി ഉണ്ടാക്കാം.